മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് 2019 പുറത്തിറങ്ങിയ ചിത്രമാണ് ലൂസിഫർ. മികച്ച പ്രകടനമായിരുന്നു ചിത്രം ബോക്സ് ഓഫീസിലും കാഴ്ചവെച്ചത്. ഇപ്പോഴിതാ സിനിമയുടെ വിജയകാരണം എന്താണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സംവിധായകനായ പൃഥ്വിരാജ്. സൂപ്പർഫിഷ്യൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു പോപ്കോൺ എന്റർടൈനർ എന്ന നിലയിൽ സിനിമ വിജയിച്ചുവെന്നും സിനിമയുടെ ആദ്യ ലെയർ കൃത്യമായിരുന്നുവെന്നും പൃഥ്വിരാജ് പറയുന്നു. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഒരു സിനിമയെ പാക്കേജ് ചെയ്യാൻ മുരളി വളരെ എക്സ്പേർട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. സത്യസന്ധമായ ഒരു സിനിമയായിരുന്നു ലൂസിഫർ OTTയിൽ വിജയിച്ചപ്പോഴും പിന്നീട് റീവാച്ച് ചെയ്തപ്പോഴുമാണ് ആളുകൾ ആ സിനിമയുടെ മറ്റ് ലെയറുകളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. ആ സിനിമ എങ്ങനെ ഷൂട്ട് ചെയ്തു, അതിലുപയോഗിച്ച പ്രത്യേകതരം ഫിലിം ലാംഗ്വേജ് എന്താണ് എന്നൊക്കെ. അതെല്ലാം പിന്നീട് സംഭവിച്ചതാണ്. പക്ഷേ ലൂസിഫർ തിയേറ്ററിൽ വിജയിക്കാനുള്ള പ്രധാന കാരണം സൂപ്പർഫിഷ്യൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു പോപ്കോൺ എന്റർടൈനർ എന്ന നിലയിൽ അത് വർക്കായി എന്നതാണ്. അതായിരുന്നു ആ സിനിമയുടെ ഗൂഢമായ അർത്ഥങ്ങളെയും സന്ദേശത്തെയും എല്ലാം പൊതിഞ്ഞു നിർത്തിയിരുന്ന ആദ്യത്തെ ലെയർ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ മൻമോഹൻ ദേശായി, IV ശശി, ഷാജി കൈലാസ്, ജോഷി സാർ തുടങ്ങിയവരുടെ ആരാധകനാണ് എന്ന്. കാരണം അവരുടെ സിനിമകളിലെ ആദ്യത്തെ ലെയർ എപ്പോഴും കൃത്യമായിരിക്കും. മരുന്നിന് പുറത്തുള്ള കോട്ടിംഗ് പോലെയാകും അത്. എന്തുകൊണ്ടാണ് മരുന്ന് ക്യാപ്സൂളിൽ പൊതിഞ്ഞു ലഭിക്കുന്നത്? കാരണം മെഡിസിൻ മാത്രമായാൽ അത്ര എളുപ്പത്തിൽ അത് നമ്മുടെ ഉള്ളിലേക്ക് എത്തില്ല. അതുപോലെയാണ് എഴുത്തുകാരൻ എന്ന നിലയിൽ ഒരു സിനിമയെ പാക്കേജ് ചെയ്യാൻ മുരളി ഗോപി വളരെ എക്സ്പേർട്ടാണെന്ന് പറയുന്നതും. ആളുകൾ 100 രൂപയ്ക്ക് ടിക്കറ്റ് വാങ്ങി പോപ്കോണും കൊണ്ട് തിയേറ്ററിലേക്ക് കയറുന്നത് സ്ക്രീനിൽ നോക്കി കാണാനും കേൾക്കാനും ആസ്വദിക്കുവാനും വേണ്ടിയാണ്. അതിനുശേഷമാണ് അവർ ചിന്തിക്കുന്നത് തിയേറ്ററിൽ കണ്ട് ആസ്വദിച്ചതിനേക്കാൾ കൂടുതൽ എന്തൊക്കെയോ ആ സിനിമയിലുണ്ടെന്നത്. ഇതുതന്നെയാണ് തങ്ങൾ എമ്പുരാനിലും ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.